രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ഉടൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. ആകെ 288 സീറ്റുകൾ ആണുള്ളത്. ഇന്ത്യ ടുഡേയും TV9 എന്ന മറാഠി ചാനലും പ്രീപോൾ സർവേ ഫലം നടത്തിയിരിക്കുന്നു. ഫലം വന്നു കഴിഞ്ഞു. BJP ക്യാമ്പുകളിൽ മ്ലാനത പടർത്തുന്ന റിപ്പോർട്ടുകളാണ് അത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാ വികാസ് അഘാഡി സഖ്യം 288-ൽ 180 സീറ്റുകൾ നേടി ഭരണം നേടും. പ്രാദേശിക ചാനലായ TV9 എന്ന സംഘി ചാനൽ 190 വരെ സീറ്റുകൾ സഖ്യം നേടും എന്ന് പറയുന്നു. BJP സഖ്യത്തിന് 110 സീറ്റുകൾ വരെ ലഭിക്കൂ എന്ന് പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം ആണ് മഹാരാഷ്ട്രയിൽ പ്രതിഫലിക്കുന്നത്. കോൺഗ്രസ്, ശിവസേന, NCP എന്നീ കക്ഷികൾ ഉൾപ്പെട്ടതാണ് കോൺഗ്രസ് സഖ്യം. ഇന്ത്യയിൽ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, അജിത് പവാർ പക്ഷം എന്നിവയാണുള്ളത്. BJP ക്യാമ്പുകളിൽ ഉത്സാഹമില്ല. NDA സഖ്യം വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. 88 സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാവും. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ സുസ്ഥിര സർക്കാരിനെ അട്ടിമറിച്ചാണ് BJP അധികാരം നേടിയത്. വോട്ട് കച്ചവടം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഇനി സാധിക്കില്ല എന്ന് BJP മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ 30 മഹാവികാസ് അഘാഡി സഖ്യം നേടിയിരുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം മാഞ്ഞടിക്കുന്ന സംസ്ഥാനത്ത് ശിവാജി പ്രതിമയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 14 സീറ്റ് നേടിയിരുന്നു. ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചിരുന്നു. 23 സീറ്റുകളുണ്ടായിരുന്ന BJP 9ലേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. സംസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു.